ഹായ് ഫ്രണ്ട്സ്, എല്ലാ പേർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ഗീ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിലും ക്രിസ്പിയിലും നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ആദ്യം അതിനായി ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഉഴുന്നും ഉലുവയും നന്നായിട്ട് ഇനി ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം വെച്ച് തന്നെയാണ് ഞാനിവിടെ അരിയും ഉഴുന്നും ഒന്ന് അരച്ചെടുക്കുന്നത്. അതുകൊണ്ട് കുറച്ചധികം തന്നെ ഉഴുന്നിലേക്ക് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം ഒരു 5-6 മണിക്കൂർ ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായി വേറൊരു ബൗളിലേക്ക് 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നിങ്ങൾക്ക് ഇഡ്ഡലി റൈസ് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഈ പച്ചരി നമുക്ക് നന്നായിട്ട് ഇനി ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്താനായിട്ട് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ഒരു 5-6 മണിക്കൂർ ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ഒരു 6 മണിക്കൂർ ആയിട്ടുണ്ട്. അരിയും ഉഴുന്നൊക്കെ നന്നായിട്ട് ഇനി ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉഴുന്നിൻ്റെ വെള്ളം ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് കുതിർത്താൻ വെച്ചിട്ടുള്ള വെള്ളം വെച്ച് തന്നെയാണ് ഇത് അരച്ചെടുക്കുന്നത്. ഇനി അതിലേക്ക് ഉഴുന്ന് കുതിർത്തി വെച്ചിട്ടുള്ള 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുക്കാം. ഇതിവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഉഴുന്ന് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ വെള്ളമെല്ലാം മാറ്റിയെടുത്തിട്ടുള്ള അരിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതിലേക്ക് 1 കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ചോറ് ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനെപ്പോഴും ചോറ് ചേർത്താണ് തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ 1 കപ്പ് മട്ട അരിയുടെ ചോറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഉഴുന്ന് കുതിർത്തി വെച്ചിട്ടുള്ള 1 കപ്പ് വെള്ളവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇനി ഒന്ന് അരച്ചിട്ട് എടുക്കാം. അരിയും ഇവിടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഉഴുന്നിലേക്ക് അരി അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്പൂണ് കൊണ്ട് നന്നായിട്ട് ഇനി ഒരു 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ മാവിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചതിന് ശേഷം ഞാനിവിടെ രാത്രിയാണ് ഒന്ന് അരച്ച് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് രാവിലെ ഇത് എടുക്കാം. ഇതിപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. മാവ് ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പൂണ് കൊണ്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. മാവ് ഇവിടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള മാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഞാനിവിടെ കുറച്ച് മാവൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഗീ റോസ്റ്റിനുള്ള ബാറ്റർ ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു തവ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് 1.5 സ്പൂൺ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് നല്ല തിന്നായിട്ട് തന്നെ ഇതൊന്ന് പരത്തിയിട്ടെടുക്കാം. ഇതിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം
നമുക്കതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇനി ഒരു ബ്രഷ് കൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഒരെണ്ണം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. നല്ല ടേസ്റ്റിയും നല്ല ക്രിസ്പിയും ആയിട്ടുള്ള ഗീ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.